എപ്പോഴും നെഞ്ചുവേദന എന്ന് പറയുന്ന സമയത്ത് അത് ഹാർട്ട് റിലേറ്റഡ് പ്രശ്നമായിരിക്കും എന്നുള്ളൊരു ധാരണ പൊതുവേ നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാർഡിയോളജിസ്റ്റിനൊക്കെ കാണിക്കുകയും ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ടെസ്റ്റുകളും എല്ലാം നോക്കിയിട്ട് അതിലൊന്നും പ്രശ്നങ്ങളില്ലാതെ നെഞ്ചുവേദന ഇട്ട് മാറുന്നുമില്ല. അങ്ങനെ ഒരുപാട് പേഷ്യൻസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അക്യൂട്ട് ചെസ്റ്റ് പെയിൻ ഉള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 10 മുതൽ 20% ആളുകൾക്ക് മാത്രമാണ് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള നെഞ്ചുവേദന വരുന്നത്, അല്ലെങ്കിൽ ട്രൂ ആൻജൈന എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ബാക്കിയുള്ളവർക്ക് അത് ഒരു പക്ഷേ വയറിൻ്റെ അസുഖങ്ങൾ കൊണ്ടാവാം, അല്ലെങ്കിൽ കഴുത്തുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കൊണ്ടാവാം, കഴുത്തിലുള്ള ഡിസ്ക് ബൾജ് കൊണ്ടോ അല്ലെങ്കിൽ നെർവ് റൂട്ട് കംപ്രഷൻ കൊണ്ടോ ഒക്കെ വരുന്ന ചെസ്റ്റ് പെയിനും ഉണ്ടാവാറുണ്ട്. അതിനെയാണ് നമ്മൾ സെർവൈക്കൽ ആൻജൈന എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷനിൽ ഈ ചെസ്റ്റ് പെയിനോടൊപ്പം തന്നെ നെക്ക് പെയിനോ അല്ലെങ്കിൽ അപ്പർ ബാക്ക് പെയിനോ കയ്യിലേക്കുള്ള പെയിനോ തരിപ്പോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കാതെ ഈ ചെസ്റ്റ് പെയിനെ വല്ലാതെ നമ്മൾ ശ്രദ്ധിക്കുകയും അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഏറ്റവും ആദ്യം വേണ്ടത് ഓഫ് കോഴ്സ് അത് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പെയിൻ അല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയാണ്. അതിനാവശ്യമായിട്ടുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നത് എക്സ്റേ അല്ലെങ്കിൽ MRI പോലുള്ള ഇൻവെസ്റ്റിഗേഷൻ ടൂൾസ് ഉപയോഗിച്ച് അത് നെക്കുമായിട്ട് ബന്ധപ്പെട്ട ചെസ്റ്റ് പെയിൻ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അത് കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മിക്കവാറും കേസുകളിൽ ഒരു കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് മാത്രമേ അതിനാവശ്യം വരുന്നുള്ളൂ. അതായത് ഫിസിക്കൽ തെറാപ്പീസ് അല്ലെങ്കിൽ മെഡിസിൻസ് ആണ് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത്. തീരെ അതിൽ കൊണ്ടൊക്കെ മാറ്റങ്ങൾ വരാത്ത കണ്ടീഷൻസിൽ മാത്രമാണ്, വളരെ കുറഞ്ഞ ഒരു പെർസെൻറ്റേജിൽ മാത്രമാണ് സർജറി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആവശ്യമായിട്ട് വരുന്നത്. കൃത്യമായിട്ടുള്ള ഡയഗ്നോസിസ് ആണ് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളത്.